വേളാങ്കണ്ണി അമ്മ എന്നെ കരയ്ക്ക് കാറ്റിൻ്റെ കൂടെ തട്ടി തട്ടി കൊണ്ടുവരുന്നു. വരുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് വേളാങ്കണ്ണി അമ്മയെടുത്ത്, അമ്മ എനിക്ക് നീന്താൻ പറ്റുന്നില്ല, എന്നെ ഒരു വലിയ തിര വരണം. നമസ്കാരം. നമസ്കാരം മാമ. നമസ്കാരം. ഞാൻ കടലിനെ ഒരുപാട് പ്രണയിക്കുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും കടലിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു അതിശയം, എന്താ ഈ കടൽ ഇങ്ങനെ? അപ്പോൾ ഇത്രയും അടുത്തുകൊണ്ട് മാമൻ എന്നും ഈ കടലിനെ കാണുമ്പോൾ മാമൻ എന്താ തോന്നുന്നത്? ഈ കടൽ വിട്ട് പോകാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും ഇല്ല. ജീവിതമേ കടലാണ്, മരണവും ഇനി കടലാണ്. എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ കടലിൽ പോയി തുടങ്ങിയതാണ്. ഇപ്പോഴെനിക്ക് 73 വയസ്സായി. 51 വർഷമായിട്ട് 61 വർഷമായിട്ട് മാമൻ കടലുമായിട്ടാണ് മൊത്തത്തിൽ ജീവിക്കുന്നത്. അന്ന് മുതൽ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ഇല്ല, എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ വീട്ടിലെ തുമ്പയിലായിരുന്നു. പിന്നെ എൻ്റെ 22ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടന്നു. 22ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നടന്നു. 22-23 വയസ്സിൽ കല്യാണം നടന്നു. അതിനുശേഷം ഇന്ന് വരെ ഇവിടെയായിരുന്നു. കടലിലാണ് അധ്വാനിച്ചത്. ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിച്ചു. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടിയെ കല്യാണം കഴിച്ചു. ഞാൻ മദ്യമൊന്നും അടിക്കത്തില്ല, ദുർശീലങ്ങൾക്ക് പോകത്തില്ല. അമ്മ ഫുള്ള് ക്ലീൻ ആണ്. ഫുള്ള് ലൈഫ് കടലിനായിട്ട് അർപ്പിച്ചിട്ടുണ്ടല്ലേ? ഞാൻ മുറുക്കാൻ മാത്രം തിന്നും, വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല. മുറുക്കാൻ തിന്നുന്നത് എന്തുകൊണ്ടെന്നറിയാം? കടലിലെ വെള്ളം എപ്പോഴും തണുപ്പാണ്. അപ്പം നമ്മൾ കടലിൽ ചെല്ലുമ്പോൾ കിടുങ്ങുന്നത് കൊണ്ട് നമ്മൾ മുറുക്കാൻ തിന്നാൻ കിടുക്കം മാറും, ജോലിക്ക് പോകാം. അത് ശരിക്കും പറഞ്ഞ ഒരു പുതിയ അറിവാണ്. മുറുക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ മുറുക്കാനില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും മുറുക്കാൻ കട പൂട്ടി കഴിഞ്ഞാൽ അവൻ പ്രശ്നമാണ്. അപ്പൊ അവരുടെ ജീവിതവും പോയല്ലേ? അപ്പൊ അവരുടെ ജീവിതവും പോയില്ലേ? എല്ലാവർക്കും ജീവിക്കണം, ഞാനും വളരണം. മുറുക്കാൻ തിന്ന് ശീലിച്ച് വേറെ മദ്യപാനം ഒന്നിനും പോകത്തില്ല. ഈ കടൽ കൊണ്ട് ഞാൻ അധ്വാനിച്ച് എൻ്റെ മക്കളെ 2 വളർത്തിയെടുത്ത് എൻ്റെ മക അമേരിക്കയിലാണ്. ഓ വാ, മാമന് അത് ഭയങ്കര അഭിമാനം തോന്നില്ലേ? കാരണം ഇത്രയും കഷ്ടപ്പെട്ട് 3 സ്ഥലത്ത് പെരയുടെ അടുത്ത് തോനെയില്ല. ഒരിടത്ത് ഒരു 11.5 സെൻറ്റ്, ഒരിടത്ത് ഒരു 5 സെൻറ്റ്, ഒരിടത്ത് ഒരു 10 സെൻറ്റ് ഒക്കെ മേടിച്ച് എൻ്റെ അധ്വാനം കൊണ്ട്. മക്കൾ ആരുമില്ല. മാമൻ പോയിട്ട് ഇപ്പോൾ 1.5 വർഷമേ ആയുള്ളൂ. അവർ കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തരുമോ? അവൻ്റെ ഭാര്യയ്ക്കല്ലേ, നമുക്ക് തരത്തില്ലല്ലോ. നമുക്ക് എന്നാലും ആ പെണ്ണ് നമ്മളെ നല്ലപോലെ നോക്കും. നമുക്കൊക്കെ ചെയ്യും. നല്ലൊരു മോനെ മരുമോളെയാണ് മാമന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലേ കിട്ടത്തുള്ളൂ. മാമൻ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും നല്ല രീതിക്ക് മക്കളെ നോക്കി. അപ്പം അത് എന്തായാലും മക്കളുടെ ഭാഗത്തു നിന്ന്. മാമൻ ഇപ്പോഴും കടലിൽ പോകുന്നുണ്ട് ഈ ഏജിലും. 10-20 ജോലിക്കാരുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ബിസിനസ്മാൻ ആണ് കടലിൽ. എന്തോരം ലൈക്ക് വരുമാനം എങ്ങനെയാണ്? വരുമാനം കിട്ടണമെങ്കിലുമേ, ജീവിക്കണമെങ്കിലും വരുമാനം കിട്ടണമെങ്കിലും കൂലിക്ക് പോയാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. 200-300 രൂപ കിട്ടിയ പിള്ളേർക്ക് എന്തായി? ഇത് ഒരു ജോലിക്കാരന് 500 രൂപ കിട്ടുമെങ്കിൽ എൻ്റെ വീട്ടിനകത്ത് ഞാൻ 10,000 രൂപ കൊണ്ടുവരും ഒരു ദിവസം. ചിലപ്പോൾ അതിൽ കൂടുതൽ കൊണ്ടുവരുന്ന ദിവസങ്ങളും കാണും. അവനപ്പോൾ അത്യാവശ്യം വരുമാനം ഇപ്പോഴും കിട്ടുന്നുണ്ടല്ലേ? ദൈവം തന്നതല്ലേ അത്. ദൈവം നിങ്ങൾക്ക് തരുമോ? തരൂല്ല. ഞങ്ങളുടെ അധ്വാനം കൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്യന്തത കൊണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബം ദാരിദ്ര്യപ്പെട്ടതായതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഓരോ അറിവ് തരും. ആ അറിവ് പോലെ നമ്മൾ വളരും. പക്ഷെ മാമൻ ഇതുവരെയും കടല് പേടി തോന്നിയിട്ടില്ല. കാരണം എന്തോരം അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, കടലിൽ അപകടങ്ങൾ. അപ്പം മാമൻ അത് പേടി തോന്നിയിട്ടില്ലേ കടലിലോട്ട് പിന്നെ ഇറങ്ങുമ്പോൾ? എന്തെങ്കിലും അപകടം കണ്ടിട്ടുണ്ട്? മാമൻ അനുഭവിച്ചിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മളടുത്തൊന്ന് പറയാം. എൻ്റെ പട്ടുവല വള്ളത്തിൽ പിന്നെ മണ്ണെണ്ണയിൽ ഒഴിക്കുന്ന വെള്ളം ഓടണമെങ്കിലേ മണ്ണെണ്ണയിൽ ഒഴിക്കുന്ന ഓയിൽ വേണം. ഓയിലും മണ്ണെണ്ണയും കൂടെ ചേർന്നാൽ മാത്രമേ എഞ്ചിൻ ഓടുകയുള്ളൂ. അങ്ങനെ ഒരു പയ്യനെ പിന്നെ ഓയിലിന് വിട്ടപ്പോൾ അവൻ കുടിയേ പോയിട്ട് സമയത്തിന് ഓയിൽ കൊണ്ടുവന്നില്ല. വള്ളം പണിക്ക് പോകുന്ന പിള്ളേരെന്ത് ചെയ്യുന്ന പറയുന്നത് ശ്രദ്ധിക്കാതെ വള്ളം പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഓയിൽ കൊണ്ടുവന്നു. അപ്പം വള്ളം തിരയുടെ അപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ കൈ കൊണ്ട് കാണിച്ച് നിൽക്കടാന്ന് പറഞ്ഞു. അങ്ങനെ വള്ളം അവിടെ നിന്നു. ഞാൻ കുപ്പിയും ഓയിലും ഇത്രയുള്ള കുപ്പിയും ഓയിലും എടുത്ത് ഇടുപ്പിൽ താത്ത് നീന്തി വെള്ളത്തിൽ ചെന്നു. കടലിൽ നീന്തി? ഓ
അത്രയും ദൂരം മാമനപ്പൊ നല്ല രീതിക്ക് നീന്താനും അറിയല്ലേ? പിന്നെ നീന്തിയില്ലെങ്കിൽ പിന്നെ കടലിൽ പോകാൻ നിൽക്കും. അങ്ങനെ ലൈഫ് ജാക്കറ്റ് ഒന്നുമില്ല. അവന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. വള്ളത്തിൽ കൊടുത്തോണ്ട് പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് അവർ വള്ളത്തിൽ 4 പേരുണ്ട്. മക്കള് ഇനി വെള്ളം കൂടിപ്പോ അച്ഛൻ നീന്തി പോകാം. എൻ്റെ മോനും ഉണ്ട് വള്ളത്തിൽ. അയ്യോ, ഞാൻ നീന്തി കരയ്ക്ക് വരാൻ 1 മിനിറ്റ് നീന്തിയതേ ഉള്ളൂ. പിള്ളേർ വെള്ളവും വിട്ടുപോയി. എൻ്റെ കയ്യും കാലെല്ലാം തളർന്നുപോയി. ഞാൻ വെള്ളത്തിൽ കിടക്കുകയാണ്. ഞാൻ ഇനി കരയെത്തൂല്ല. എൻ്റെ ജീവിതം പോയി. അപ്പോഴും ഞാൻ വിളിച്ചെന്തെന്നറിയാം, എൻ്റെ വേളാങ്കണ്ണി അമ്മ, എൻ്റെ മക്കൾക്ക് ആരുമില്ല, എൻ്റെ മക്കളെ അനാഥരാക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ഇല്ലേ, എന്നെ കര കൊണ്ടുപോകും, എന്നെ നല്ല രീതിക്ക് എന്നെ കൊണ്ട് കര മണലിലാക്കിത്ത എൻ്റെ മക്കൾക്ക് എന്നെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ഒറ്റ പ്രാർത്ഥനയാണ് അവൻ്റെ ജീവിതം. വേളാങ്കണ്ണി അമ്മ എന്നെ കരയ്ക്ക് കാറ്റിൻ്റെ കൂടെ തട്ടി കൊണ്ടുവരുന്നു. വരുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് വേളാങ്കണ്ണി അമ്മയുടെ, അമ്മ എനിക്ക് നീന്താൻ പറ്റുന്നില്ല, എന്നെ ഒരു വലിയ തിര വരണം അടിക്കാൻ വേണ്ടി കരയിലോട്ട്. ഒരു വലിയ തിര വന്ന് എന്നെ അടിച്ച് മണലിൽ കൊണ്ടിട്ട് അമ്മ ഞാൻ അടിക്കട്ട്. പറഞ്ഞു തീർന്നില്ല, ഒരു ബമ്പം തിര, പേടിച്ചു പോകും. ആ തിര വന്ന് എന്നെ അടിച്ചെടുത്ത് കര കൊണ്ടിട്ടിരുന്നു. പിന്നെ ഞാൻ മണലെത്തി അവിടെ കിടന്ന് എൻ്റെ തളർച്ചയെ കയറി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരുന്നു. അവരെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് കടലിൻ്റെ അരുവത്താണ്. അവർക്ക് അറിഞ്ഞൂടാ. 2004 സുനാമി കന്യാകുമാരി എത്രത്തോളം അടിച്ച് പോയി എന്നുള്ള കാര്യം നമുക്കറിയാം. കന്യാകുമാരിയിലല്ലേ, നമ്മുടെ ഇവിടെ സുനാമി അടിച്ചില്ല. നമ്മുടെ ഇതുവരെ കഴക്കൂട്ടം പ്രദേശങ്ങളിൽ അടിച്ചിട്ടില്ല അല്ലേ? പക്ഷെ അതിനുള്ള മാമന് ഈ കടൽ അറിയാമല്ലോ നല്ല രീതിക്ക്. അപ്പം ഇപ്പോഴത്തെ ഈ വികസനം എല്ലാം നടക്കുന്ന ഒരു സംഭവത്തില് അതിന് ചാൻസസ് ഉണ്ടോ, അതിന് സാധ്യതയുണ്ടോ? ഇനി വരാൻ സാധ്യതയില്ല. ഇല്ല. ഇപ്പൊ തിരുവനന്തപുരംകാര് സേഫ് ആണെന്നാണ് മാമൻ എന്ന് തന്നെ ഞാൻ പറയുന്നത്. സുനാമി വരാൻ എന്ന സുനാമി അവിടെ വളർത്തി വെച്ചിരിക്കുന്നത്. നല്ലൊരു വില തന്ന മാമൻ വീടും സ്ഥലവും കൊടുക്കാൻ തയ്യാറാണോ ആർക്കെങ്കിലും? കൊടുക്കും. മാമൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ? മാമൻ തന്നെ പറഞ്ഞു കൊച്ചിലെ മുതൽ ഇവിടെ. മാമൻ എന്തുകൊണ്ട് ഇവിടെ കൊടുക്കും? തുമ്പയിലാണ്. പക്ഷെ എന്നാലും ഇവിടെ മാമൻ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വീട് സ്ഥലം കൊടുക്കാൻ മാമൻ റെഡിയാണോ? കൊടുത്താലും എനിക്ക് വേറെ സ്ഥലം കിടക്കില്ലേന്ന്, വേറെ 2 സ്ഥലത്ത് സ്ഥലം കിടക്കില്ലേന്ന്. ഒരിടത്തൊരു വീട് കിടക്കുന്നു, അതൊരു മകള് താമസിക്കുന്നു. മകനിപ്പോൾ അമേരിക്കയിൽ പോയി. അവനെ ദൈവം വളർത്തട്ടെ. എൻ്റെ കുടുംബം രക്ഷിക്കട്ടെ. എൻ്റെ കുടുംബം രക്ഷപ്പെടണം. അവൻ പോയിന് 16 ലക്ഷം രൂപയായി. 16 ലക്ഷം രൂപയായി അവൻ അമേരിക്കയിൽ പോയിന്. ദൈവം അവന് ആയുസ് കൊടുത്താലേ എനിക്ക് വെള്ളം കുടിച്ച് മരിക്കാനൊക്കെ. എന്താ എൻ്റെ ജോലി എന്താ അമേരിക്കയിലെ? കമ്പനിയിൽ ജോലി എന്താണെന്നറിയാം, കണ്ടെയ്നർ ഉണ്ടാക്കുന്ന ജോലികളാണ് അവർക്ക്. കണ്ടെയ്നർ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പിള്ളേർ വേറെയും ഉണ്ട്, അവിടെ വേറെ പിള്ളേരും ഉണ്ട്. മാമ മോൻ്റെ കൂടെ അമേരിക്കയിൽ പോയില്ലേ? 1-ാം ക്ലാസ്സിൽ പോയിട്ടില്ല. അമേരിക്കയിൽ പോകും. മാമന് ആഗ്രഹമില്ല അമേരിക്ക പോകണമെന്ന്? ഒരിക്കലും ഇല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണം, പുതിയൊരു പ്രദേശം. അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. അവന് കടലാണ് അത്രയേ ഉള്ളൂ. മോൻ നന്നായി കണ്ട അവൻ നന്നാകണം. നാട്ടിൽ 4 പേരെ പോലെ അവനും ജീവിക്കണം. സ്വത്തുകാരനായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചില്ല. 4 പേരെ പോലെ പട്ടിണിയില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, കടമില്ലാതെ അവൻ ജീവിക്കണം. ഇപ്പം അമേരിക്കയിൽ പോയപ്പം എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ഓരോ സ്നേഹമുള്ള മാലാകരോട് ചോദിക്കും മുമ്പേ പണം എടുത്തിട്ടും 16 ലക്ഷം രൂപ ചിലവായി. എന്തായാലും മാമൻ്റെ മോനും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല വരുത്തട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.